ഹലോ എവ്രി വൺ, ടുഡേ വി ആർ ഗോയിങ് ടു എ ടെമ്പിൾ. അതെ, നമ്മൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോവാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം മണ്ണാർശാലയിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇടാൻ. ഒത്തിരി ലേറ്റ് ആയെന്നറിയാം, എന്നാലും എൻ്റെ സമയപരിമിതികൾ കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒക്കെ നമ്മൾ കഴിഞ്ഞ സൺഡേ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞായറാഴ്ചയാണ് പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് ഇവിടെ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ഒരുപാട് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് മാറിയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. കുറേ മരങ്ങളും നല്ല രസമാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ കടകളാണ് കേട്ടോ. അത് ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് നീക്കിയാണ് വണ്ടി വരുന്നത്. കൃതിക ഈ കട കണ്ടപ്പോൾ തന്നെ ബലൂൺ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കിടുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാന്ന് പറയാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ എന്തോ വീണിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് ചൊറിയാൻ തുടങ്ങി കേട്ടോ. വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഡിലീറ്റ് ചെയ്യാനൊന്നും പോയില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ മണ്ണാർശാല. അങ്ങനെ അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ നമ്മൾ കുളത്തിലിറങ്ങി കാല് കഴുകണമല്ലോ. അങ്ങനെ നമ്മൾ കാല് കഴുകാൻ ഇറങ്ങും. കുഞ്ഞിലെയൊക്കെ ഈ അമ്പലത്തിൽ വരുമ്പം സത്യത്തിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കൊച്ചു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഇങ്ങനെ കുളത്തിലിറങ്ങാനും കാല് കഴുകാൻ നമുക്ക് അന്നൊന്നും പ്രാർത്ഥിക്കുന്ന എന്തിനാ, എൻ്റെ കാര്യമല്ല, പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ, അതൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി തിരിച്ചു കയറിയപ്പോൾ ഇതാ ഒരു വല്യച്ഛൻ അവിടെ ഇരുന്ന് മുല്ലപ്പൂ വയ്ക്കുന്നുണ്ട്. ഇത് ഒരു മുഴത്തിന് 50 രൂപയാണ് കേട്ടോ. അപ്പം എന്തായാലും കുറേ നാളായി വെച്ചിട്ട്. തലവേദന എടുക്കുമെന്നറിയാം, എന്നാലും ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് കൃതിയേക്കാണ് കേട്ടോ. കൃതിയയ്ക്ക് ചെറിയൊരു പീസ് നമ്മൾ വാങ്ങിച്ചപ്പോഴേ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൃതിക പട്ടുപാവാടയും പാറു ധാവണിയാണ് കേട്ടോ. അവർ രണ്ടുപേരും ട്രഡീഷണൽ ആയിട്ടാണ് വന്നത്. ഞാൻ മെനക്കെടാൻ പോയി. എനിക്ക് ധാവണി ഉടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഉടുത്തില്ല. ഇതാണ് ഇവിടെ നമ്മൾ വഴിപാടിനെ സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ നേരെ വാങ്ങിച്ചിട്ട് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ചെന്നിട്ട് തലയ്ക്ക് ഉഴിഞ്ഞ് അവിടെ വെക്കണമെന്നാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഒന്നും ഉള്ളവിടെ അല്ലാതെ തന്നെ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്നതും ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങുമ്പോൾ നമുക്ക് കുറേ തൊഴാനുണ്ട് കേട്ടോ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത്. നമ്മൾ ഇനി ഇങ്ങനെ തൊഴാനായിട്ട് നടക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാരാണ്. ഞായറാഴ്ച പോലുള്ള പ്രത്യേകത ഇങ്ങനെ അമ്പലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ ഈ കുളത്തിലെ ആമ. പിന്നെ പണ്ട് കുഞ്ഞുനാളിൽ മണ്ണാർശാലയിൽ കൂടുതൽ വരുന്നത് ഈ ഒരു ആമയെ കാണാനാണ്. ഇവിടെ വെലങ്ങേൽ അമ്പലമുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നടന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് ഹരിശ്രീ ഒക്കെ എഴുതുമായിരുന്നു. പിന്നെ ഹരിപ്പാട് അമ്പലത്തിൽ, നമ്മുടെ മുരുകൻ്റെ അമ്പലത്തിൽ മയിലിനെ കാണാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മണ്ണാർശാല വരുമ്പോൾ ആമയെ കാണാമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുഞ്ഞുനാളിലെ വലിയ വലിയ അമ്പലത്തിൽ ഈ അമ്പലമാണെന്ന് പറയുമ്പോഴേ അവിടെ ഇതുണ്ട്. ഇങ്ങനെ ആ ഒരു ആഗ്രഹത്തിലായിരുന്നു അന്ന്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇപ്പം കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇഷ്ടമല്ലേ. ഇപ്പം നമ്മൾ വലിയതായില്ലോ, 90s കിഡ്സൊക്കെ വലുതായില്ലേ. കാർത്തിക്കിനും കൃതിയയ്ക്കും ഒക്കെ ഭയങ്കര ഭയങ്കര ഒരു ഇതായിട്ടാണ്. കാരണം അവരങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു ഫാൻസി സ്റ്റോർ കാണുമ്പോൾ എവിടെ ആണെങ്കിലും നമ്മൾ നിന്ന് പോകും. അപ്പം പിന്നെ അതാണ് മണ്ണാർശാലയിലമ്മ. ഇവിടെ കുറേ സാധനങ്ങൾ, ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്തിത്. അങ്ങനെ അവിടെ കുറേ ബ്രേസ്ലെറ്റും മോതിരങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും വേണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മണ്ണാർശാലയിലമ്മ. ഇത് അമ്മയുടെ ഫോട്ടോയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അപ്പം ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വരാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരണം കേട്ടോ. എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ഒരു ദിവസം, അത് ഞായറാഴ്ച ആയാലും അത്രയും നല്ലത് കേട്ടോ. കാരണം മനസ്സും എല്ലാം ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതിലേക്ക് പോകും. അങ്ങനത്തെ കൃതിയേക്ക് പിന്നെ ബാഗ് വേണമെന്ന് പറഞ്ഞ് വഴക്കിട്ടു. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് ഞാൻ വിചാരിച്ചു ഒരു 200 എബോവ് അവർ പറയുന്നു. പക്ഷെ ജസ്റ്റ് ഫോർ 90 റുപ്പീസ് നമുക്കിത് കിട്ടി. അതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചു. അവൾ ഭയങ്കര വഴക്കായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള കളർ, അതാണ് മെയിൻ പ്രശ്നം. ബാഗ് വാങ്ങിക്കുന്നില്ല. ഈ കളർ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഇങ്ങോട്ട് സന്തോഷം വന്നില്ല. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഈ ഒരു യെല്ലോ കളർ വാങ്ങിച്ചപ്പോൾ അത്യാവശ്യം സന്തോഷമൊക്കെ വന്നു. പിന്നെ കാർത്തിക്കിനൊരു മോതിരമാണ്. പണ്ട് കാർത്തിക്കിൻ്റെ കുഞ്ഞിലെ ഒരു മോതിരം ഇട്ടിട്ട് അവന് ഊരാൻ പറ്റാതെ കൈക്ക് ഭയങ്കര വേദനയാണ്. അതിൽ പിന്നെ കാർത്തിക്കിന് ഈ മോതിരം ഇടീച്ചൽ ചടങ്ങെന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. നമ്മൾ എത്ര നിർബന്ധിച്ചാലും മോതിരം ഇടത്തില്ല. അച്ഛാ എനിക്ക് വേദനിക്കും, എനിക്ക് വേദനിക്കും, എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളൊരു മോതിരമൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോവാണ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഇപ്പം ലാക്ടേഷന് പ്രത്യേകം റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ കൃതിയെ ബാഗൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. ആദ്യം നടക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്കിൽ ആൾക്കൂട്ടത്തിലൊന്നും നടക്കാത്ത ടീമാണ്. പിന്നെ ബാഗ് കിട്ടിയപ്പോൾ സന്തോഷം. അതാണ് ലാക്ടേഷൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് കാണും. ഇവിടെ ലാക്ടേഷൻ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാനും ടോയ്ലറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുട്ടിയായിട്ടിരുന്ന സമയത്ത് ഇവിടെയൊക്കെ വരുമ്പോഴേ നമുക്കിവിടെ ഈ ഒരു
ഫോട്ടോ കണ്ടോ? ഇവിടെ വന്ന് നിന്നാലും നമുക്കിതിൻ്റെ കഥ പറഞ്ഞു തരും കേട്ടോ അവര്. അപ്പം നമുക്കത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവര് അവിടെ ചെന്ന് നിന്നാൽ മതി. കുഞ്ഞിലെയൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പം നമ്മൾ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വിശന്ന് രാവിലെ ഇറങ്ങിയാണ്. ദാ ഇന്നിപ്പം പൊറോട്ടയാണ് വാങ്ങിച്ചത്. അങ്ങനെ ദാണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. മുരളിയിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ലൈമ് മസ്റ്റായതുകൊണ്ട് അത് തന്നെയല്ല ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പോൾ തലവേദന എടുക്കുമോ എന്നുള്ള സംശയത്തിലാണ്. എന്തായാലും ഞാനൊരു ലൈം ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു ഗൈസ്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ഹരിപ്പാടുള്ള അരുൺ ഐസ്ക്രീം. കാർത്തിക്ക് ഇവിടെ എപ്പോൾ വന്നാലും ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് വഴക്കിടും കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കുൽഫിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നതിനാണ് പാറു എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഹൈവേ സൈഡിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. നീറ്റിൻ്റെ എക്സാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികളെ നമ്മൾ കണ്ടു കേട്ടോ. അവർ കുറച്ച് പേർക്കൊക്കെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാർത്തിക്ക് എന്തോ ചോക്കോബാർ എന്തോ വാങ്ങിച്ച് ഞാൻ മറന്നുപോയി. കൃതിയ പിന്നെ ദാണ്ടി ഒരു കപ്പ് ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ട്. ഞാനും പാറും മാംഗോയുടെ കുൽഫിയാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് ഒരു ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇല്ല, നല്ല രസമാണ് കഴിക്കാൻ. എന്തായാലും ചത്തുകൂട്ടി കഴിക്കുകയാണ്. ഈ ഐസ്ക്രീം കഴിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ മുഴുവൻ വാട്ട് വിൽ ഹാപ്പൻ ടുഡേ ആഫ്റ്റർനൂൺ, അതായത് തലവേദന വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യചിഹ്നമാണ്. ഞാൻ അതാണ് ഇരുന്ന് ആലോചിക്കുന്നത്. പിന്നെ നമുക്ക് പോകേണ്ട കാര്യത്തിന് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പതുക്കെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഈ പൊരി വെയിലെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിനും അപ്പുറം, അതൊക്കെ മേലെ അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ കുറച്ച് തുണിയൊക്കെ ഉണക്കാനിട്ട് പിന്നെ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനും ഇട്ടിട്ട് കുറച്ച് നേരം എന്താണേലും ഇന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ഞാനിങ്ങനെ അങ്ങ് വെച്ചു. എന്തായാലും വാങ്ങിച്ചതല്ലേ, വല്ലപ്പോഴും വാങ്ങിക്കുന്നതല്ലേ. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ബായ്.